വിദേശിയുടെ അടിവസ്ത്രം കോടതിയിൽ നിന്നെടുത്ത് വെട്ടിച്ചെറുതാക്കി. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇന്നു മുതൽ 1 വർഷത്തിനകത്ത് വിചാരണ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഹൈക്കോടതി നടപടികളിൽ തെറ്റില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ CT രവികുമാർ, സഞ്ജയ് കരോൾ എന്നിവരുടെ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. തൊണ്ടിമുതൽ കേസിലെ പുനരന്വേഷണത്തിന് എതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിലെ പ്രതികൾ അടുത്ത മാസം 20-നോ അല്ലെങ്കിൽ അടുത്ത മാസം കോടതി പ്രവൃത്തി ദിനത്തിലോ ഹാജരാകണം. സുപ്രീം കോടതി വിധിയോടെ 34 വർഷം പഴക്കമുള്ള കേസിന്റെ വിചാരണയാണ് ആരംഭിക്കാൻ പോകുന്നത്. തുടക്കം മുതൽ അട്ടിമറി നടന്ന കേസിന്റെ ഓരോ നാൾ വഴിയും വിചിത്രമാണ്. വിദേശ പൗരൻ ഉൾപ്പെടുന്ന ലഹരി കേസ് അന്വേഷിച്ച് SP ജയമോഹനന്റെയും മുൻ DGP സെൻകുമാറിന്റെയും ഇടപെടലാണ് തേഞ്ഞുമാഞ്ഞു പോയ കേസിൽ നിർണായകമായത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂസ് സെൽവദോർ സർവല്ലിയാണ് അടിവസ്ത്രത്തിൽ ഹാഷിഷ് ഒളിപ്പിച്ചു കടത്തുന്നതിനിടെ പിടിയിലായത്. 1990 ഏപ്രിൽ 4-നായിരുന്നു സംഭവം. പൂന്തുറ CI ആയിരുന്ന ജയമോഹനാണ് കേസന്വേഷിച്ച് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ലഹരി മരുന്നും അടിവസ്ത്രവുമായിരുന്നു പ്രധാന തൊണ്ടിമുതൽ. ഇതുകൂടാതെ വിദേശിയിൽ നിന്നും പിടിച്ചെടുത്ത ടേപ്പ് റെക്കോർഡറും കോടതിയിൽ നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതി വിദേശ പൗരനെ ശിക്ഷിച്ചു. പക്ഷേ ഹൈക്കോടതി അപ്പീലിൽ ഓസ്ട്രേലിയൻ പൗരനെ വെറുതെ വിട്ടു. ലഹരി ഒളിപ്പിച്ച അടിവസ്ത്രം പ്രതിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വെറുതെ വിട്ടത്. ജയിൽ മോചിതനായ ആൻഡ്രൂസ് വിദേശത്തേക്ക് പോയി. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകയുടെ ജൂനിയറായിരുന്ന ആന്റണി രാജുവാണ് കേസ് നടത്തിയത്. എന്നാൽ ഇതോടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിക്കൂട്ടിലായി. ഇതോടെ ഉദ്യോഗസ്ഥൻ അന്നത്തെ DGP രാജ്ഗോപാൽ നാരായണന് പരാതി നൽകി. ഹൈക്കോടതി വിജിലൻസിന്റെ അന്വേഷണത്തിൽ അട്ടിമറി സംശയിച്ചു. ഹൈക്കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോടതി നൽകിയ പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. പിന്നെയും അട്ടിമറി. തെളിവില്ലെന്ന് പറഞ്ഞ കേസ് അവസാനിപ്പിച്ചു. അന്ന് MLA ആയിരുന്ന ആന്റണി രാജു. ദക്ഷിണ മേഖല IG ആയ സെൻകുമാർ ചുമതലയേറ്റപ്പോൾ കേസ് വീണ്ടും അന്വേഷിച്ചു. നിർണായകമായത് ഫോറൻസിക് റിപ്പോർട്ടാണ്. അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി മറ്റൊരു നിറത്തിലുള്ള നൂൽ കൊണ്ട് തുന്നിച്ചേർത്തതാണെന്ന് റിപ്പോർട്ട് വന്നു. വിദേശത്ത് തിരിച്ചുപോയ ആൻഡ്രൂസിനെ കൊലക്കേസിൽ മെൽബൺ പോലീസ് പിടികൂടി. തിരുവനന്തപുരത്ത് കൈക്കൂലി നൽകിയ അട്ടിമറി നടത്തിയത് കൂട്ടുപ്രതിയോട് ആൻഡ്രൂസ് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം ഇന്റർപോൾ വഴി കേരള പോലീസിനെയും അറിയിച്ചു. തെളിവുകളെല്ലാം പുറത്തു വന്നതോടെ ആന്റണി രാജുവിനെയും തൊണ്ടി ക്ലർക്കായ ജോസിനെയും പ്രതിയാക്കി പോലീസ് 2006-ൽ കുറ്റപത്രം സമർപ്പിച്ചു. വിദേശ പൗരന്റെ സ്വകാര്യ വസ്തുക്കൾ വാങ്ങാനുള്ള അപേക്ഷയുടെ മറവിലാണ് തൊണ്ടിമുതൽ പുറത്തെടുത്ത് വെട്ടിച്ചെറുതാക്കിയതെന്നാണ് കുറ്റപത്രം. 2006-ൽ സമർപ്പിച്ച കുറ്റപത്രം വിചാരണയ്ക്കായി നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി. പ്രതികൾ ഹാജരാകാത്ത കേസ് പലവട്ടം മാറ്റിവെക്കുകയായിരുന്നു. 2022 വരെ എങ്ങും തൊടാതെ കേസ് നീളുന്നത് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത്. നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആന്റണി രാജുവിന് അനുകൂല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായെങ്കിലും അപ്പീലിൽ സുപ്രീം കോടതിയിൽ ആന്റണി രാജുവിനുണ്ടായത് കനത്ത തിരിച്ചടിയാണ്.